ഹലോ യദു, സുഖമായിട്ടിരിക്കുന്നോ? അതെ. യദു ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ പ്രൈവറ്റ് വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓടുന്നു. ഇപ്പൊ ചുമ്മാ നിൽക്കുന്നു, 2 ആഴ്ചയായിട്ട് ചുമ്മാ നിൽക്കുന്നു. അതെല്ലേ. വീട്ടിൽ നിന്ന് മാറി ജോലി ചെയ്യാനായിട്ട് പറ്റുമോ യദുവിന്? വീട്ടിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പറ്റുമോ? എന്റെ കുഞ്ഞും അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ, അതാണ് കുഴപ്പം. കല്യാണം കഴിഞ്ഞോ യദുവിൻ്റെ? ഞാൻ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സാണ്. അതെല്ലേ. മോനെ കൂടെയാണോ? മോൻ എൻ്റെ കൂടെ. അതെല്ലേ. വേറെ ഒരു കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാൻ മേലായിരുന്നോ യദു? അത് ഞാൻ ആലോചിക്കുന്നില്ലെന്നേ ഉള്ളൂ, ഞാൻ ആലോചിച്ചതാണ് ഈ ഗതിയായത്. ആ. ഇപ്പം ഏതെങ്കിലും നല്ല കേസുണ്ടെങ്കിൽ ഞങ്ങൾ പറയാം കേട്ടോ. നമ്മുടെ ഊണിന്മേൽ കുരു എന്ന് പറഞ്ഞ അവസ്ഥയാണ്. യദു, ഇപ്പോഴത്തേന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഈ ഇപ്പോഴത്തെ ഉള്ള ലൈഫ് മൊത്തം ട്രാജഡിയാണ്. ഈ ലൈഫ് സ്റ്റൈല് മൊത്തം മാറിപ്പോയി. പഴയ കാലമല്ല. നമ്മൾ മാത്രം ചിന്തിച്ചാൽ പോരല്ലോ. ഒരു കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോകണം. നമ്മൾ മാത്രം ചിന്തിച്ചാൽ പോരാ. ചിലപ്പോൾ കുടുംബം എന്ന് പറയുമ്പോൾ കുടുംബം ഇമ്പം ആവുന്നതല്ലേ കുടുംബം. അതെ. കുടുംബം ഇമ്പം ഇല്ലാതെ വരുമ്പോ അപസ്മൃതികൾ കേൾക്കും, അവിടെ വച്ച് കുടുംബം നശിക്കും. അതെ. ഇല്ലല്ല, കേസിന്റെ ഇനി മൊഴി കേൾക്കുന്ന ശനിയാഴ്ചയാണ്. മറ്റേത് കുറ്റപത്രം പോലീസുകാര് കോടതിയിൽ സമർപ്പിച്ച കഴിഞ്ഞ ദിവസമാണ് ചാനലുകാർ അറിഞ്ഞത്. ഏകദേശം ഒരാഴ്ച കൂടുതലായി, 1.5 ആഴ്ചയായി കുറ്റപത്രം കൊടുത്തിട്ട്. കുറ്റപത്രത്തിൽ നിന്ന് അവര് 1-ാം പ്രതി 2-ാം പ്രതിയെ ഒഴിവാക്കി 3-ാം പ്രതി മാത്രം, മൊത്തം 5 പ്രതികളുണ്ടായിരുന്നു. അതിൽ 3-ാം പ്രതി മേയറെ സഹോദരനെ മാത്രം ചെറിയ പെറ്റി കേസ് ആക്കി സൈഡാക്കിയിട്ടുണ്ട്. ഇതിന്റെ അത് ആര്യ രാജേന്ദ്രനെയും അതുപോലെ സച്ചിൻ ദേവിനെ ഒഴിവാക്കിയല്ലേ? സച്ചിൻ ദേവ്, ആര്യ രാജേന്ദ്രൻ, വേറൊരു ആര്യയുണ്ട്. അപ്പം ഈ യദുവിന്റെ മൊഴിക്കകത്ത് ഇവരുടെ പേര് കാര്യങ്ങൾ പ്രതിപാദിച്ചായിരുന്നോ? ഏത്? യദുവിന്റെ മൊഴിക്കകത്ത് ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചായിരുന്നോ? എന്റെ മൊഴിക്കകത്ത് ഇനി പ്രൈവറ്റ് കംപ്ലൈന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇന്നലെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിലെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ 6 പ്രതികളാക്കിയിട്ടുണ്ട്. നേരത്തെ 5 ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ 6. കണ്ടക്ടറിനെയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് കാര്യം എന്തെന്നറിയാവൂ? കണ്ടക്ടറിനെ ആഡ് ചെയ്യാൻ കാര്യം, കണ്ടക്ടറിനെ ഈ സമയം എന്നെ ഒരു 10 മണി 10:15 ആയപ്പോഴത്തേക്ക് കൊണ്ടുപോയല്ല. ഈ നടന്ന സംഭവത്തെ കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു തരാവോ? പറയാലോ. തിരുവനന്തപുരത്തെ കുറിച്ച് അറിയാവോ? തിരുവനന്തപുരത്തെ കുറിച്ച് അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞോ. അപ്പം സംഭവം ആദ്യം 2:30 തൃശ്ശൂരാണ്, ഷെഡ്യൂൾ വണ്ടിയാണ്. 2:30 തൃശ്ശൂർ എന്റെ ഷെഡ്യൂളാണ്. ഞാന് 3:30, ഏകദേശം 2.5-3 വർഷക്കാലം നിലമ്പൂർ വഴിക്കടവെന്ന് പറഞ്ഞ സർവീസ് ഉണ്ട്, 3:30 ഉച്ചയ്ക്ക് 3:30 പോകുന്ന. അത് ഓടിയിട്ട് ഓരോ വർഷം ചെല്ലും തോറും അത് ചേഞ്ച് ആവും. അങ്ങനെ 2:30 തൃശ്ശൂർ ചേഞ്ച് ചെയ്ത് വാങ്ങിച്ചതാണ്. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് ഡ്യൂട്ടിക്ക് 2:30, അതായത് രാവിലെ 2:30, അറിയാമല്ല? അറിയാം. 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ, അതായത് 27/4/2024 ഈ ഇൻസിഡന്റ് നടക്കുന്നത്. അന്നേ ദിവസം രാവിലെ 2:30 MC വഴി, അതായത് നിങ്ങളുടെ അതുവഴി മൂവാറ്റുപുഴ അങ്ങനെ കയറി, പെരുമ്പാവൂര് മൂവാറ്റുപുഴ അങ്ങനെ കയറി കോട്ടയം വഴി, കോട്ടയം വഴി പോയി തൃശ്ശൂര് പോകുന്ന വണ്ടിയാണ്. അന്നേ ദിവസം വണ്ടി ഇവിടെ നിന്ന് പോയി അവിടെ എത്തിയപ്പോൾ ലേറ്റായി. ഏകദേശം 11 ഒക്കെ മണിയായി, 11-11:30 ആയി എത്തിയപ്പോ. തൃശ്ശൂർ എത്തിയപ്പോ. അപ്പൊ അവിടെ നിന്ന് തിരിച്ചെടുക്കേണ്ട ടൈം 1:30, 1:15, 1 മണിക്കാണ് വണ്ടി എടുക്കേണ്ടത്. അപ്പൊ ആ സർവീസ് ടൈമില് 1 മണിക്ക് എടുക്കാൻ സമയത്ത് നമുക്ക് എത്ര മിനിറ്റ് റെസ്റ്റ് കിട്ടുമെന്നുള്ള, അരമണിക്കൂർ 1 മണിക്കൂർ പോലും കിട്ടൂല അധികം. കണ്ടിന്യൂ ആയിട്ടുള്ള ഡ്യൂട്ടി അല്ലേ? നമുക്ക് ഡ്യൂട്ടി ടൈം കിട്ടൂല. അപ്പൊ നേരെ അവിടെ നിന്ന് ഫ്രഷപ്പ് ആയി ബാത്റൂമിൽ പോയി ഫ്രഷപ്പ് ആയി ചോറ് കഴിച്ച് വണ്ടി എടുത്തു. NH വഴിയാണ് വരുന്ന വണ്ടി, കൊല്ലം-ആലപ്പുഴ വഴി. അപ്പൊ അങ്ങനെ വരുന്ന സമയത്താണ് പട്ടത്ത് ആളിറക്കി വണ്ടി റൈറ്റിലോട്ട് പിടിച്ചപ്പോഴാണ് 2 കാറ് പാസ് ചെയ്ത് പോയി. 3ാമതൊരു കാറ് കൊണ്ടുവന്ന് ഏകദേശം വണ്ടിയുടെ ബാക്ക് അറ്റം വരെ കൊണ്ടുവന്നു. വണ്ടി വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് തിരിഞ്ഞ് സ്ട്രൈറ്റ് റോഡിൽ കയറി പോവുകയാണ്.
അപ്പൊ അതിന് സൈഡ് കൊടുത്തില്ലെന്ന് പറഞ്ഞാണ് ഇത്രയും വിഷയം ഉണ്ടായത്. സൈഡ് കൊടുക്കാനെന്ന് വെച്ചാൽ ആ പട്ടത്ത് ഇറങ്ങുമ്പോ ഒരു ഇത്തിരി വീതി കൂടുന്നുണ്ട് റോഡ്. അപ്പൊ ഞാൻ ആ സൈഡ് കൊടുത്തു, ഫ്രണ്ടിൽ കയറി. ലാമോട് സിഗ്നൽ എത്തുന്നതിന് മുമ്പ് വരെ എന്നെ സർക്കസ് കാണിച്ചു. ഞാന് സ്പീഡിൽ പോയ കാറ് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച്, വലത്തോട്ട് ഞാൻ പിടിക്കുമ്പോ വലത്തോട്ട്, ഇടത്തോട്ട് പിടിക്കുമ്പോ ഇടത്തോട്ട്, അങ്ങനെ സർക്കസ് കാണിച്ച് ഓടിച്ചു. അതിന് അവിടെ വീതി കുറവല്ലേ റോഡിന്? പട്ടം കഴിഞ്ഞ് ലാമോട് സിഗ്നൽ എത്തുന്നതിന് മുമ്പ്. ഓക്കെ. പട്ടത്തെ വീതി കുറവാണ്. പട്ടത്ത് വീതി കുറവാ. അത് കഴിഞ്ഞ് കുറവൻകോണ റോഡ്, ഒരു കട്ടിങ് റോഡുണ്ട്. ആ റോഡിന്റെ അവിടെ വരുമ്പോ ഇത്തിരി വീതി വരുന്നുണ്ട്. അവിടെ ഞാൻ ഒതുക്കി കൊടുക്കുകയാണ്. ഒതുക്കി കൊടുത്തപ്പോ കേറി പോയി. സൈഡ് കൊടുക്കാതെ അല്ല, സൈഡ് കൊടുത്തപ്പോ കേറി പോയിട്ട് ഫ്രണ്ടിൽ വന്ന് സർക്കസും കാണിച്ച് ഇങ്ങനെ ഫ്രണ്ടിൽ എന്നെ കളിപ്പിച്ച് പോവേ. ആരായിരുന്നു വണ്ടി ഓടിച്ചേ? ഈ കാർ ഓടിച്ച ആരായിരുന്നു? മേയറ സഹോദരനാണ്, അരവിന്ദ് എന്ന് പറയുന്ന പയ്യൻ. അപ്പൊ ആ പയ്യനാണ് ഓടിച്ചത്. അപ്പൊ അവന് ഓടിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി എന്നെ കളിപ്പിക്കാനാണ്. നമുക്ക് ഫ്രണ്ടിൽ പോയി സ്പീഡിൽ പോയ കാറ് അങ്ങ് സ്പീഡിൽ പോകണോ, പിന്നെ ഇട്ട് ചവിട്ടി പിടിച്ച് ബസ്സിനെ കളിപ്പിച്ച് പോകുമ്പോ നമുക്ക് അറിയാമല്ലോ. അങ്ങനെയാ ഓടിച്ചത്. ഒന്നാമതേ ലേറ്റാണ്. നമ്മുടെ നോക്കിയപ്പോ ഫ്രണ്ടിൽ ഒരു ആട്ട പോകുന്നു. നമ്മുടെ ബസ്സില് CC ക്യാമറ ആ സമയത്ത് വർക്കിംഗ് ആയിരുന്നോ? വർക്കിംഗ് ആയിരുന്നു. ഫ്രണ്ട് ഒരു ക്യാമറ ഫ്രണ്ട് ഡാഷ്ബോർഡിലുണ്ട്, ഒരെണ്ണം സെൻട്രലിൽ ഉണ്ട്, ഒരെണ്ണം ഏറ്റവും ബാക്കിലും ഉണ്ട്. നമുക്ക് അതിലേക്ക് കിടക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്താ സംഭവിച്ചത്? ഒരു ഓട്ടോയുടെ കാര്യം പറഞ്ഞു. ഓട്ടോ എനിക്ക് കാണാമല്ലോ, ഓട്ടോ പൊക്കത്തിരിക്കണോണ്ട് എനിക്ക് കാണാം ഓട്ടോ. അപ്പൊ ഇദ്ദേഹത്തിന്റെ നോട്ടം മൊത്തം മിററിലായിരുന്നെന്നാണ് എന്റെ ഒരു ഇത് കണക്ക് കൂട്ടൽ. അതായത് കാറിന്റെ 2 മിററിലും ആയിരുന്നു കാണും. എന്താന്ന് വെച്ചാൽ ഓട്ടോ അദ്ദേഹം കണ്ടില്ല, പക്ഷെ എനിക്ക് കാണാമായിരുന്നു. അപ്പൊ ഞാൻ വലത്തോട്ട് പിടിച്ച് തന്നെ പോയപ്പോ വലത് പിടിച്ച് തന്നെ പോകുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ആട്ടോയുടെ അടുത്തെത്തിയത് ഞാൻ ലെഫ്റ്റിലിട്ട്, ഈ കാർ അടുത്തെത്തിയപ്പോ ഞാൻ ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റ് ട്രാക്ക് പിടിച്ചു പോയി. റോഡ് ഫ്രീ ആണ്. അങ്ങനെ ഞാൻ വൺ വേ കയറി പിറകേന്ന് കാറോ പിന്നെയും ഹോൺ അടിച്ച് ലൈറ്റ് ഇട്ട് കാണിച്ചു വരുന്നു. അപ്പൊ ഈ വൺ വേയിൽ ഞാൻ എവിടെയാണ് ഈ സൈഡ് കൊടുക്കേണ്ടത്? അന്ന് സമയം ഓർക്കുന്നുണ്ടോ? സമയം ഇവരുമായിട്ട് ആ കണ്ടുമുട്ടിയ ആ സമയം ഒരു 9:55 ആവും. ഇരുട്ടാണ് അല്ലേ? രാത്രിയാണ്. ഇരുട്ടിയതാണ്. പൂർണ്ണമായിട്ടും ഇരുട്ടിയതാണ്. അവിടെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടം ഉണ്ടായിരുന്നോ? സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടം ഉണ്ടായിരുന്നു. സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ കത്തിക്കിടന്നല്ലോ. അത് കഴിഞ്ഞ് ഞാന് LMS എത്തുന്നതിന് മുമ്പ് PMG മേളത്തെ സ്റ്റോപ്പില്ലേ, PMG ഇല്ലേ, PMG മേളത്തെ സ്റ്റോപ്പ് എത്തിയപ്പോ ആളിറങ്ങാണ്ടോ കണ്ടക്ടറിന്റെ അടുത്ത് ചോദിച്ച്, അവിടെ സ്ലോ ചെയ്തപ്പോഴും ഈ കാറ് കേറി പോയിട്ടില്ല. ഞാൻ ചോദിച്ചു ഇനി ബേക്കറി ഇറങ്ങാനോ അല്ലെങ്കിൽ LMS ഇറങ്ങാനോ ആളുണ്ടോന്ന് ചോദിച്ചപ്പോ കണ്ടക്ടർ പറഞ്ഞു ഇല്ല, നേരെ പോട്ടെന്ന് പറഞ്ഞു. നേരെ എന്ന് വെച്ചാൽ നമ്മള് പോയത് ഏത് റൂട്ടെന്നാ, നമ്മുടെ നിയമസഭാ മന്ദിരത്തിന്റെ ഫ്രണ്ടിൽ കൂടെ അതുവഴി കയറി പാളയം പള്ളിയിൽ അവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞു നമ്മളെ റൂട്ട് ബേക്കറി ജംഗ്ഷൻ വരെയല്ലേ, ഇടത്തോട്ട് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു പോവാന്ന് പറഞ്ഞപ്പോ കണ്ടക്ടർ പറഞ്ഞു കുഴപ്പമില്ല, പാളയം താവല്യം വഴി പോട്ടെന്ന് പറഞ്ഞ് അങ്ങനെ കയറി വന്നപ്പോഴാണ് ഈ കാറ് കൊണ്ടുവന്ന് അവിടെ ആദ്യം സാവല്യത്തിന്റെ അവിടെ വന്നപ്പോ റെഡ് സിഗ്നലായിരുന്നു. ഞാൻ വണ്ടി നിർത്തി, അകത്തെ ഗ്രീൻ സിഗ്നലിൽ വിഴുന്ന് ഗിയർ ഇട്ട് വണ്ടി എടുത്തതും ഇടത് സൈഡിൽ കൂടെ കൊണ്ടുവന്ന് സീബ്ര ക്രോസിൽ കാറ് കൊണ്ടുവച്ചു. ഡോറ് തുറന്നു, ചീത്ത വിളിയും ബഹളമായി, റാഷ് ഡ്രൈവിംഗ് എന്നാണ് അതുവരെയും പറഞ്ഞത്. ആദ്യം ചീത്ത വിളിച്ചത്? ആദ്യം ആ മേയറെ സഹോദരൻ എന്ന് പറഞ്ഞ പയ്യനും വേറൊരു പയ്യനും കൂടെ. അപ്പൊ ഇവര് ഈ മേയറും ആര്യയും ഇറങ്ങി വന്നില്ലേ? അതായത് സച്ചിനും 2 പയ്യന്മാരാണ് വന്നത്. 2 പയ്യന്മാർ ഇറങ്ങി വന്ന് ഡോറ് വലിച്ചു തുറന്നു. അപ്പൊ ഈ ആര്യയും സച്ചിനും ഇറങ്ങി വന്നില്ല? ഇവര് കാറിനുള്ളിലായിരുന്നോ? ആര്യയും സച്ചിനും കാറിനുള്ളിലായിരുന്നോ? ആര്യയും സച്ചിനും കാറിനുള്ളിൽ ആയിരിക്കാനാണ് സാധ്യത. എന്താന്ന് വെച്ചാൽ അവര് ഇറങ്ങി വന്നിട്ടില്ലായിരുന്നു അപ്പോഴൊന്നും. അതിനുശേഷം നിന്റെ തന്തയുടെ വകയോ, അപ്പൊ ഞാൻ തിരിച്ചു നിന്റെ തന്തയുടെ വകയോ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് വാക്ക് തർക്കമായി. ഞാൻ പറഞ്ഞ റാഷ് ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നീ അല്ലേ ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറി വന്നതും, നീയാണ് സീബ്ര ക്രോസിംഗ് കൊണ്ടിട്ടിരിക്കുന്നത്, നിന്റെ അല്ലേ റോങ് ഓട്ടിപ്പോന്നതൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായി. അപ്പൊ നിന്റെ തന്തയുടെ വകയാന്ന് വായിച്ചപ്പോഴാണ് ഈ MLA മേയറും കൂടെ വെളിയിൽ ഇറങ്ങി ഒരു കൊച്ചു മുഖം പറഞ്ഞ ഒരു പെൺകുട്ടിയും കൂടെ വന്നത്. 3 പേര് ബാക്കിൽ ഇരിക്കുന്നവര്, ഫ്രണ്ടിൽ 2 പേര് ഇരുന്നവരാണ് ചാടി ആദ്യം ഇറങ്ങിയത്.
അത് കഴിഞ്ഞിട്ട് ഇവര് മൂന്ന് പേര് ഇറങ്ങി വന്ന് സച്ചിൻ ദേവ് വന്ന് ഇപ്പുറത്ത് വന്നിട്ട് പറഞ്ഞ് ഡോർ തുറക്കാൻ പറഞ്ഞ് ഡോറിലിട്ട് ഇടിച്ചു. അപ്പൊ കണ്ടക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അന്ന് ഡോറ് തുറന്നു കൊടുത്തത്. സച്ചിൻ ദേവ് വണ്ടിക്കിട്ട് വന്ന് ഇടിച്ചു, ഡോറെ ഇടിച്ചു. മറ്റേ മോനെ തുറക്കട മറ്റേ എന്തൊരു മറ്റേ ഭാഷ വിളിച്ചു. എന്തേലും നേരം കഴിഞ്ഞിട്ടാണ് ഈ ഒച്ചപ്പാടും ബഹളവും കഴിഞ്ഞിട്ട് എത്ര ടൈം കഴിഞ്ഞിട്ടാണ് ഈ സച്ചിൻ വന്നിട്ട് ഈ ഡോറെ ഒന്ന് ഒത്തിരി സമയം എടുത്തോ? ആ സമയം കൊണ്ട് ഒത്തിരി സമയം എന്ന് വെച്ചാൽ ഒരു 10-10നും 10:15 ഇടയ്ക്കാണ് സമയമാവാൻ സാധ്യത. എന്നുവെച്ചാ അത് കഴിഞ്ഞ് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഏകദേശം 10 മണിക്കാണ് ഇൻസിഡന്റ് നടക്കുന്നത്. 10:15 ആയപ്പോഴത്തേക്ക് ഇൻസിഡന്റ് ഏകദേശം 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് 10:15 ആയപ്പോഴത്തേക്ക് പോലീസ് വന്നു. പോലീസ് വന്നതിന് ശേഷം എന്റെ അടുത്ത് ഇറങ്ങാനൊക്കെ പിടിച്ച് കയ്യിലൊക്കെ പിടിച്ച് വലിച്ചു. ഞാൻ ഇറങ്ങിയില്ല. സച്ചിനല്ല, സഹോദരനും. സച്ചിൻ അകത്ത് കയറിയല്ലോ. അപ്പോഴത്തേക്ക് ഡോറ് തുറന്നകത്ത് കയറിയില്ലേ. ഡോറ് തുറന്നകത്ത് കയറിയിട്ട് സീറ്റിൽ ഇരുന്നിട്ട് പറഞ്ഞ ഒതുക്കടാ വണ്ടി എന്ന് പറഞ്ഞു. മറ്റേ ഇവന് ഈ സച്ചിൻ എന്ന് പറയുന്ന ആള് ചീത്ത വിളിച്ചത്. നല്ല രീതിയിൽ പൂ വെച്ചാണ് വിളിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു പറ്റൂല, നിങ്ങൾ MLA ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ആര്യ വല്ലതും പറഞ്ഞോ? ആര്യ വല്ലതും സംസാരിച്ചോ? ആര്യ പിന്നീടാണ് പറയുന്നത്, നിങ്ങൾ എല്ലാം സംസാരിച്ചു കഴിഞ്ഞ് വഴക്ക് കഴിഞ്ഞതിന് ശേഷം എല്ലാം കഴിഞ്ഞ് പോലീസ് വരാറായപ്പോ ആര്യ പറഞ്ഞു, ഒരു മേയറായിട്ടുള്ള എന്റെ അടുത്ത് ഇങ്ങനെ നിങ്ങൾ സംസാരിക്കുന്നെങ്കിൽ അപ്പൊ സാധാരണപ്പെട്ട ജനങ്ങളുടെ അടുത്ത് നിങ്ങൾ എങ്ങനെ സംസാരിക്കുമെന്ന് എന്റെ അടുത്ത് പിന്നീട് ചോദിച്ചപ്പോഴാണ് ഒരാള് വന്ന് പറഞ്ഞ്, ഒരു ആട്ടോക്കാരൻ സൈഡിൽ കൂടെ വന്ന് പറഞ്ഞ് ഇത് മേയറാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ നിന്റെ പാട് നോക്കി പോ, ടോമിയോസം കാണിച്ചിട്ട് മേയറാണെന്ന് പറയുന്നതെന്ന് വെച്ചു. അപ്പൊ പിന്നെ പോലീസ് വന്നിട്ട് മേയറാണെന്ന് കൺഫേം ആയതിനു ശേഷമാണ് ഞാൻ പെട്ടു ദൈവമേ എന്ന് വിചാരിച്ചു. അതുവരെ മേയറാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെയായിരുന്നു. നമ്മുടെ കാര്യത്തില് റൈറ്റ് ഉണ്ടായിരുന്നു. ഞാനും അങ്ങനെ കൈ വിക്ഷേപണം, ഇവര് പറയും പോലെ ആംഗ്യ വിക്ഷേപണം പിന്നീടാണ് ഇവർക്ക് വന്നത്. അതുവരെ സ്പീഡും റാഷ് ഡ്രൈവിംഗ് ഒന്നാണ് പറഞ്ഞത്. വണ്ടി തട്ടാൻ വന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. കാരണം ഞാൻ അറിഞ്ഞത് ഈ വണ്ടിയിലെ CCTV ക്യാമറ, അതായത് ഹാർഡ് ഡിസ്ക് വണ്ടിയിൽ നിന്ന് പോയി എന്നാ. അപ്പം യദുവിന്റെ കാര്യത്തില് റോങ് ആയിട്ടാണ് ആ വണ്ടി ഓടിച്ചെങ്കിൽ ഈ ഹാർഡ് ഡിസ്കും സംഭവമൊക്കെ വണ്ടിയെ തന്നെ ഇരിക്കും. അപ്പോൾ യദു സത്യസന്ധമായിട്ടാണ് വണ്ടി ഓടിച്ചതെന്ന് മനസ്സിലായ കാരണമാണല്ലോ ഈ സാധനം എടുത്തോണ്ട് പോയത്. സംഭവം ഇത് വേറെ ഒരു കേസ്. ഇത് കഴിഞ്ഞ് എന്നെ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയി. മെഡിക്കൽ എടുക്കാൻ നേരെ വണ്ടി അവിടെ തന്നെ റോഡിന്റെ സൈഡിൽ തന്നെ ഒതുക്കിയിട്ട്, നട റോഡിൽ തന്നെ ഇടത് സൈഡ് ചേർത്ത് ഒതുക്കി പോലീസ് ഇടാൻ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങണതും വണ്ടി നീക്കി ഇട്ടിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങണതും നേരെ ജീപ്പിൽ കയറുകയാണ് ചെയ്തത്. പിന്നെ വണ്ടിയിലോട്ട് ഞാൻ വന്നിട്ടില്ല. വണ്ടിയിലോട്ട് പിന്നീട് കണ്ടക്ടറാണ് വണ്ടിയിൽ ഇരുന്നത്. ഈ വണ്ടിയില് ഹാർഡ് ഡിസ്ക് ആണോ? കണ്ടക്ടറിന്റെ മെമ്മറി കാർഡിന്റെ ഇതിലാണ് കണ്ടക്ടറിനെ 6ാം പ്രതി ചേർത്തിരിക്കുന്നത്. ഈ വണ്ടിയില് മെമ്മറി കാർഡ് ആയിരുന്നല്ലേ ഉണ്ടായിരുന്നത്, ഹാർഡ് ഡിസ്ക് അല്ല? ഹാർഡ് ഡിസ്ക് DVR പോലത്തെ ഒരു സാധനം, അതിന്റെ അകത്ത് മെമ്മറി സ്ലോട്ടും ഉണ്ടായിരുന്നു. എപ്പോഴാണ് എടുക്കാൻ പാകത്തിനായിരുന്നു അത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് ഇപ്പൊ മീഡിയാസിൽ കാണിച്ചപ്പോഴാണ് അറിയാന്നുള്ളത്. എടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആണെന്ന്. നമ്മൾ ഇതൊന്നും നോക്കുന്നില്ലല്ലോ. നമ്മൾ ഇത് വർക്കാവുന്ന ഒരു മോണിറ്റർ പോലെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്, അതിൽ കാണിക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ സേവ് ആവുന്ന റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ ചുവപ്പ് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കാണിക്കുമായിരുന്നു. അത് പഴയ ഒരു വീഡിയോയിലുണ്ട്. അതില് മെമ്മറി കാർഡിന്റെ ഡീറ്റെയിലും മെമ്മറി കാർഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ അതിന്റെ കമ്പനിക്കാരൊക്കെ വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഈ മെമ്മറി കാർഡ്, അതായത് ഈ മെമ്മറി കാർഡ് പിന്നെ എങ്ങോട്ട് പോയി നമുക്ക് അറിയില്ല. ഞാൻ പറഞ്ഞുതരാം, അത് ഞാൻ പറഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. മെഡിക്കൽ എടുക്കാൻ വേണ്ടിട്ട് എന്നെ കൊണ്ടുപോയി. അപ്പൊ കണ്ടക്ടർ വണ്ടിക്കകത്തുണ്ട്. അത് കഴിഞ്ഞ് മെഡിക്കൽ എടുത്ത് ആദ്യം ഊതി പരിശോധന നടത്തി. അതില് വെള്ളം അടിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞു. പിന്നെ രക്തം ബ്ലഡ് സാമ്പിൾ എടുത്ത്, ബ്ലഡ് സാമ്പിളിൽ പിന്നീടാണ് റിപ്പോർട്ട് വന്നത്. അപ്പം നെഗറ്റീവാണ് കാണിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. എന്നിട്ട് എന്നെ സ്റ്റേഷനിൽ നേരെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതിനുശേഷം വണ്ടി ഒരു 1 മണിക്കാണ്ടോ 12:30 ആയപ്പോ വണ്ടി വിട്ടുകൊടുത്തു സ്റ്റേഷനിൽ നിന്ന്. വണ്ടി വിട്ടുകൊടുത്തിട്ട് ഇപ്പൊ നാളെ വന്ന് വണ്ടി എടുത്തോണ്ട് പോയി. അന്നേ ദിവസം തൃശ്ശൂർ വണ്ടി പോയി. അങ്ങനെ 3 ദിവസം തൃശ്ശൂർ വണ്ടി പോയതിനു ശേഷമാണ് മെമ്മറി കാർഡ് കാണാതായത്. പക്ഷെ എന്നെ പിടിച്ച് സ്റ്റേഷനിൽ ഇട്ടൊക്കെയല്ലേ. എന്നെ പിറ്റേ ദിവസം രാവിലെ 10-11 മണിയായി ഇറങ്ങിയപ്പോ. അന്നേ ദിവസം 10:30 തൊട്ട്
ആലോചിച്ച് നോക്കണം, ഇത്രയും വണ്ടി ഓടി ഉറക്കം കളഞ്ഞ് വന്നിട്ട് അന്നേ ദിവസം ഉറങ്ങാൻ സമ്മതിക്കാതെ, വെള്ളം തരാതെ, ഫുഡ് തരാതെ, സ്റ്റേഷനിൽ ഒരു കസേരയിൽ കൊതുകടിയും കൊണ്ടിരുന്ന് പിറ്റേ ദിവസം രാവിലെ വരെ ഉറങ്ങാതെ ഇരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. തലേദിവസം ഉറങ്ങിയില്ലായിരുന്നല്ലേ? അതാണ് ആദ്യം പറഞ്ഞത്. ഉറക്കളച്ചാണ് അന്ന് വണ്ടി ഓടിച്ച് വന്ന അവിടെ അല്ലേ? ഉറക്കണീറ്റാണ് വണ്ടി ഓടിച്ചതും. അത് കഴിഞ്ഞിട്ട് ഈ ഗ്യാസിന്റെ അന്ന് തൊട്ട് 2 ദിവസം ഉറക്കവും ഇല്ലായിരുന്നു. അപ്പൊ ആ ഒരു അവസ്ഥയില് ഒരു മനുഷ്യന്റെ അടുത്ത് കാണിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇവരുടെ അടുത്ത് ചെയ്തത്. ഫുഡ് കാര്യങ്ങളൊക്കെ സമയത്ത് കിട്ടിയ അന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേഷനിലെത്തി. സ്റ്റേഷനിൽ പിടിച്ചോണ്ട് വന്ന് പിറ്റേ ദിവസം രാവിലെ 11 മണിക്ക് വിട്ട് വീട്ടിൽ വന്നാണ് ആഹാരം കഴിക്കുന്നത്. എപ്പോഴാ വീട്ടിൽ വന്നേ? 11 മണി കഴിഞ്ഞ് 11 ഏകദേശം 11:30 12 മണിയാകുമ്പോ ഉച്ചഭക്ഷണം മാത്രമാണ് കഴിച്ചത്. രാവിലെ ഒരു ചായ ഡിപ്പോയിൽ വന്ന് റിപ്പോർട്ട് ചെയ്യണമല്ലോ സ്റ്റേഷനിൽ നിന്ന് വിട്ടെന്നുള്ള. റിപ്പോർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു ബസ് കയറി നേരെ വീട്ടിൽ ഒരു ചായയും കുടിച്ചിട്ട് നേരെ വീട്ടിലാണ് വന്നത്. അതിനുശേഷം വാർത്തകളെ കാര്യങ്ങളൊക്കെ വന്നായിരുന്നല്ലോ. പിന്നെ ഇഷ്ടം പോലെ ഈ വാർത്തകള് സത്യസന്ധമായ വാർത്തകളാണോ? അതായത് യദു പ്രതീക്ഷിച്ച രീതിയിലുള്ള വാർത്തകളാണോ ചാനലുകാരെടുത്തത്, ജനങ്ങളിലേക്ക് എത്തിച്ചത്? അതാണ് ഞാൻ ചോദിച്ചത് തന്നെ. യദു മെമ്മറി കാർഡ് എടുത്തെന്നു അങ്ങനെ എങ്ങനെയൊക്കെയാണ് വാർത്തകൾ വന്നു. അതായത് ഈ മെമ്മറി കാർഡിന്റെ കേസ് ചേട്ടൻ പറഞ്ഞില്ലേ, മെമ്മറി കാർഡ് പോകാൻ സാധ്യത ഉള്ളത് എനിക്കല്ല, എനിക്ക് ഉപയോഗവും ഇല്ല. എന്തെന്ന് വെച്ചാൽ എനിക്കത് കിട്ടിയാലാണ് ഉപയോഗം. അത് എടുക്കുന്ന ആളുകൾക്ക് ഉപയോഗമുള്ള കൊണ്ടാണ് അവർ എടുത്തു മാറ്റിയത്. എന്തെന്ന് വെച്ചാൽ എടുത്തതെന്ന് വെച്ചാൽ വേറൊരു കേസാണ്. ഇവര് വിചാരിച്ച് ക്യാമറ എന്നെ ഫേസ് ചെയ്ത ഒരു ക്യാമറ, എന്നെ ഫേസ് ചെയ്തൊരു ക്യാമറ ഇല്ല. അപ്പൊ എന്നെ ഫേസ് ചെയ്ത ഒരു ക്യാമറയെ എന്റെ എന്തെങ്കിലും ആംഗ്യമോ അല്ലെങ്കിൽ എന്റെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രശ്നമോ ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ഉപയോഗപ്പെടണമായിരിക്കും. അവർ ഇത് എടുത്ത് ഇട്ടു നോക്കിയപ്പോ ഇവര് കാണിച്ച കോപ്രായങ്ങളാണ് അതിൽ മൊത്തം ഉള്ളത്. ഈ ചാനലിൽ കൂടെ വന്ന വാർത്തയെല്ലാം യദുവിന് എതിരായിട്ടുള്ളതായിരുന്നു അല്ലേ? അങ്ങനെ എതിരായിട്ടല്ല, എനിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന വ്യാജേന അവർക്ക് സപ്പോർട്ടായിട്ടാണ് കൊടുത്തത്. അങ്ങനെയാണ് കൊടുത്തത്. യദു ഇന്റർവ്യൂ കൊടുത്തായിരുന്നല്ലോ ചാനലുകാർക്ക്. ഇന്റർവ്യൂ കൊടുത്തു. യദു കൊടുത്ത കാര്യങ്ങളെല്ലാം ചാനലിൽ കൂടെ വന്നോ? സത്യാവസ്ഥ ഞാൻ ഉള്ളത് പോലെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇത് 10,000 പ്രാവശ്യം ചോദിച്ചാലും 21,000 പ്രാവശ്യം ചോദിച്ചാലും എന്റെ ഇത് തന്നെയാണ് എല്ലാ ചാനലിലും പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം തന്നെയാണ് അന്ന് തൊട്ട് 1 വർഷം 1.5 വർഷമായി. യദു ഞാൻ ചോദിക്കുന്നത്, യദു അന്ന് ചാനലിൽ കൊടുത്ത കാര്യങ്ങളെല്ലാം അതേപടി ഇവര് പബ്ലിഷ് ചെയ്തോ ചാനലുകാര്? അത് അതേപടി പബ്ലിഷ് ചെയ്തോന്ന് ചില ചാനലുകാർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ചിലവര് പബ്ലിഷ് ചെയ്തിട്ടില്ല. അതാണ് ഞാൻ ചോദിച്ചു വരുന്നത്. ഞാൻ പറയുന്നതും പറയാത്തതും കൂടെ ഇട്ടാണ് പറയുന്നത്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പം ഈ ഒരു കാര്യങ്ങളിലേക്ക് ഒന്ന് കടക്കണം തോന്നി. അതാണ് ഞാൻ യദുവിനെ വിളിച്ചത്. അപ്പൊ എനിക്ക് ഹോസ്പിറ്റൽ കേസും അതിന്റെ ഇടയിൽ ഈ ജോലിയിലെ പ്രശ്നവും എല്ലാം കൂടെ അച്ഛന്റെ കണ്ണ ഓപ്പറേഷൻ കഴിഞ്ഞ് തിമിരത്തിന്റെ ഇതൊക്കെ കഴിഞ്ഞ അല്ലെങ്കിൽ അച്ഛനാണ് മോനെ സ്കൂളിൽ കൊണ്ടാക്കണത് വിളിച്ചുകൊണ്ട് വരണേ. അപ്പൊ മൊത്തത്തില് അവതാളത്തില് ഇപ്പോൾ ഈ ഗ്യാസിന്റെ ഇതും കൂടെ ഇതായപ്പോഴത്തേക്ക് മൊത്തത്തില് എല്ലാം തെറ്റി. അന്ന് യദുവിന് ജോലി കാര്യങ്ങളൊക്കെ ആയി പോയി. അത്യാവശ്യം കുഴപ്പമില്ലാതെ ശമ്പളമൊക്കെ വൈകിട്ടാ താമസിച്ചാ കിട്ടുന്നെങ്കിലും കുഴപ്പമില്ലാതെ മുന്നോട്ട് കാര്യങ്ങൾ പോയി. പെട്ടെന്ന് ജോലി നിന്നപ്പോൾ അത് കുടുംബത്തെ ബാധിച്ചോ? പറഞ്ഞു നമ്മുടെ ജീവിതത്തിന്റെ ഒരു താളം തെറ്റി എന്ന് പറയുന്നത് അത് തന്നെയാണ് സംഭവിച്ചത്. ഇവര് കാരണം നമുക്ക് നഷ്ടവും നാണവും മാനവും എല്ലാം നഷ്ടപ്പെട്ടു. എന്താ വെച്ചാൽ പെണ്ണുപിടിയൻ എന്നുള്ള രീതിയിൽ സമൂഹത്തിൽ പറഞ്ഞു വരുത്തി, പെണ്ണ് കേസിലെ പ്രതിയാണെന്ന് പറഞ്ഞു വരുത്തി, എന്തെല്ലാം പറഞ്ഞു വരുത്തി എന്നറിയാവോ? ഇത് ചാനലിൽ കൂടെ വാർത്തകളൊക്കെ അറിഞ്ഞത്? ചാനലിൽ കൂടെയാണ് എല്ലാം പറഞ്ഞ് ഇവര് എന്നെ നെഗറ്റീവ് ആക്കി. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഇതുപോലെ തന്നെയല്ലേ ആക്കി വെച്ചേക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ചെറിയ ഒരു ഇതുണ്ടല്ലോ. ചെറിയ ഒരു ഇതെന്ന് വെച്ചാൽ ഇതേപോലെ അല്ല. എന്നുവെച്ചാ അവൻ ഒരു പെൺകുട്ടിയെ വിളിച്ചു സംസാരിച്ചു. ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഈ പെൺകുട്ടിയാണ് അഡ്രസ് ഫോൺ നമ്പറൊക്കെ കണ്ടുപിടിച്ച് വിളിച്ചത് ആദ്യമേ തന്നെ. അത് പക്ഷെ പുറത്ത് വരുന്നില്ലല്ലോ. ഇപ്പൊ ആരെന്ത് ചെയ്താലും ആണുങ്ങൾക്കല്ലേ പ്രശ്നം. അതെ. എല്ലാ മുള്ളേ വന്ന് വീണാലും മുള്ളില വന്ന് വീണാലും മുള്ളിന്റെ മൊന ഒടിഞ്ഞു പോകും. അതാണ് അവസ്ഥ. ആണുങ്ങള് എത്ര ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിച്ചു കഴിഞ്ഞാലും ആണുങ്ങൾ ഒരു കേസ് കൊടുത്താൽ ആ കേസിന് വിലയില്ലല്ലോ. എത്രമാത്രം പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെയാണ് പ്രത്യേകിച്ച് ആണുങ്ങൾ കടന്നു പോകുന്നതെങ്കിലും അവൻ ജെനുവിനാണെങ്കിൽ വരെയുടെ അവന്റെ കാര്യങ്ങൾക്ക് വിലയില്ലല്ലോ. ഇതിപ്പോ ആണുങ്ങളെ ഇരയാക്കൂലല്ലോ. ഇപ്പൊ ഒരു വഴിക്ക് പോയി കഴിഞ്ഞിട്ട് ഒരു വഴിക്ക് പോയിട്ട്
റെക്കോർഡിങ് ലേഡീസിന് മാത്രം. ഒരു പെണ്ണ് മെനക്കെട്ട് ഇറങ്ങുവാണെങ്കിൽ ഇവനെ കുടുക്കുമെന്ന് തീരുമാനിച്ച് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുടുങ്ങുക തന്നെ ചെയ്യൂല. അതിന് മാറ്റമില്ലല്ലോ. നമ്മുടെ നിയമങ്ങൾ അങ്ങനെയല്ലേ? ഒരു പുരുഷനെ വഞ്ചിച്ച് ഒരാൾ കൂടെ പോകുമ്പോ ആലോചിച്ചൂടെ? ആ കാര്യം പറയുന്നില്ലല്ലോ യദുവേ, ഈ വഞ്ചനയുടെ കാര്യം പറയുന്നില്ലല്ലോ. ഈ പറഞ്ഞ ഇര എന്ന് പറയുന്നത് ആ ഒരു ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ആളാണ്. തീർച്ചയായിട്ടും 100% അംഗീകരിക്കുന്നു. അത് തന്നെ, ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ആളാണ് ഇര. എവള് 2 പുരുഷന്മാരെയും പറ്റിച്ചു. അതെ, തീർച്ചയായിട്ടും അതാണ് ചെയ്യുന്നത്. അതാരും പറയുന്നില്ല. ഇപ്പൊ മറ്റേ ഭയങ്കര ഇത് ഇവിടെ മുകേഷ് പീഡിപ്പിച്ചപ്പോഴത്തേക്ക് ആരെയും കണ്ടില്ല. തീർച്ചയായിട്ടും മുകേഷ് പീഡിപ്പിച്ചപ്പോൾ ഈ മുകേഷ് പീഡിപ്പിച്ചപ്പോൾ ഈ വാർത്തകളെല്ലാം മുങ്ങി, വലിയ പ്രാധാന്യം കൊടുത്തില്ല. ഇത് മുകേഷിന്റെ അന്നേരം വേറൊരു വ്യത്യാസമുണ്ട് ചെയ്തു. മുകേഷിന്റെ കുറ്റകൃത്യത്തിന് തീവ്രത കുറവായിരുന്നു. ചാനലിൽ കണ്ട്, വാർത്തയില് യൂട്യൂബ് ചാനലിൽ കണ്ട് തീവ്രത കുറഞ്ഞ പീഡനോ തീവ്രത കൂടിയ പീഡനോ. അതെ. അപ്പൊ ഈ തീവ്രത അളക്കാനുള്ള മെഷീൻ ഇവരുടെ കൈക്കൂടെ ഇരിക്കുന്നേ. ഇവർ ഈ മെഷീൻ വെച്ച് അളന്നു നോക്കും. അപ്പോഴാണ് മനസ്സിലാകുന്നത് തീവ്രത കൂടുതലാണോ കുറവാണോ എന്ന്. രണ്ടുപേരെ തീവ്രത എത്രയുണ്ടെന്ന് നോക്കും. വയസ്സായോണ്ട് തീവ്രത കുറഞ്ഞ. അപ്പൊ ഈ സ്കെയില് നേരെ മുകളിലേക്ക് വരുന്നതിന് മാത്രമാണ് അതിൻ്റെതായ രീതിയിൽ വകുപ്പ് ചേർത്ത് എടുക്കുള്ളൂ. അപ്പം ന്യൂജൻ പയ്യന്മാര് നല്ല പാർട്ടിക്കാരെ മിടുക്ക് ഇവരെ എതിർക്കുന്ന ആൾക്കാരെ ഇവര് തീവ്രത കൂട്ടും. അതെ, മുകേഷിന് പ്രായം ഇത്ര ആയില്ല, അതാണ് തീവ്രത കുറവായിരിക്കും. ഇപ്പം പറഞ്ഞ കാര്യമായിരിക്കും. വയസ്സായോണ്ട് തീവ്രത കുറവായിരിക്കും. അതെ, തീവ്രത കുറവായിരിക്കും. അതെ. എന്നാണേലും ഈ നമ്മുടെ ഈ കേരളത്തിലെ ചാനലുകളെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇത് ചാനലുകള് അപ്പ കാണുന്നവൻ അപ്പ എന്ന് വിളിക്കുന്ന ടൈപ്പുകളാണ്. ഇന്ന് എന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് വിചാരിച്ചു, നാളെ ആരെങ്കിലും എനിക്കെതിരെ ഒരു കേസ് കൊണ്ടുവരണമെങ്കിൽ നേരെ തിരിയും. ഈ ചാനലുകാർ എന്നെ കുറിച്ച് പുകഴ്ത്തുന്ന ആൾക്കാര് നാളെ നെഗറ്റീവ് പറയും. അതല്ല ഞാൻ കുറെയൊക്കെ ഈ ചാനലിന്റെ കാരണം ഇങ്ങനെ ഒരു പീഡനത്തിന് ഇരയായ ഒരാളാണല്ലോ യദു, ചാനലുകാരുടെ ക്രൂര പീഡനത്തിന്. കാരണം അങ്ങനെ ഒരാളാകുമ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഭവിഷ്യത്തുകൾ എത്രമാത്രമാണെന്ന് ശരിക്കും അനുഭവിച്ചറിഞ്ഞ മോൻ ഉൾപ്പെടെ അല്ലേ? നേരിട്ട് അറിഞ്ഞത്. കൊച്ചു പറയാറുണ്ടായിരുന്നോ ഈ വാർത്തകളെ കണ്ടിട്ട്? മോൻ പറയാറുണ്ടായിരുന്നോ യദുവിനോട് പപ്പേ അങ്ങനെയാന്നൊക്കെ പറയാറുണ്ടായിരുന്നു? മോന് ഫോണൊക്കെ നോക്കുമായിരുന്നു ആ സമയത്ത്? അവൻ നോക്കുമ്പോഴത്തേക്ക് ഇതിൽ മൊത്തം അച്ഛനാണല്ലോ, മേയറിനെ അടി കൊടുക്കണ്ടേന്നാണ് ചോദിക്കുന്നത്. മേയറല്ലേ തെറ്റ് ചെയ്തത്, അച്ഛനല്ല തെറ്റ് ചെയ്തത്. കൊച്ചുകുട്ടിക്ക് വരെ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുകുട്ടിക്ക് വരെ മനസ്സിലായി, അത് പോലീസുകാർക്ക് മനസ്സിലായി. അവന്റെ മനസ്സൊക്കെ ആ സമയത്ത് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടായിരിക്കും. സ്വന്തം അച്ഛനെ കുറ്റപ്പെടുത്തി ചാനല് വളരെ മോശമായിട്ട്, പ്രത്യേകിച്ച് ഒരു സ്ത്രീ വിഷയത്തിൽപ്പെടുത്തി സംസാരിക്കുമ്പോൾ എത്രമാത്രം ബുദ്ധിമുട്ടി എന്ന്. ഇവന്റെ 2.5 വയസ്സിൽ പോയതാണ് അമ്മ. അപ്പൊ 8 വയസ്സായി. ഇത്രയും വർഷമായിട്ട് 6-7 വർഷമായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അങ്ങനെ സ്ത്രീ വിഷയമുള്ള ഒരാളാണെങ്കിൽ 6 വർഷം കൊണ്ട് 6 ഭാര്യമാരെ ഒപ്പിക്കേണ്ടതാണ്. അല്ല, യദുവിനെ അന്ന് കണ്ടപ്പോൾ, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിൽ തന്നെ യദുവിന്റെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഇപ്പോൾ ഒരാള് ചാനലുകാർ എത്രമാത്രം പറഞ്ഞു പിടിപ്പിച്ചു എന്നുള്ളതല്ല, ഒരാളെ കാണുമ്പോൾ നമ്മൾ ആ ആളുടെ ജെനുവിനിറ്റി, ഒരു സത്യസന്ധനാണെന്ന് ഏറെക്കുറെ നമുക്ക് മനസ്സിലാവും യദുവേ. ആര് എത്ര പറഞ്ഞാലും നമുക്കത് കാണുമ്പോൾ അറിയാം, ഒരാളെ കാണുമ്പോൾ തന്നെ അറിയാം. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം തന്നെ ഞാൻ പറയുക, ഒരു ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അത്രമാത്രം ഇവർ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ബലാത്സംഗം എന്നൊരു പേര്, അത് ആ ഒരു കുറ്റം ആരോപിക്കാനായിട്ട് ഈ ചെറുപ്പക്കാരനായി 35 വയസ്സേ ഉള്ളൂ, പെണ്ണ് കെട്ടാത്ത ഒരാളാണ്, കുടുംബമായിട്ട് താമസിക്കുന്നതാണ്, അപ്പനൊരു മിലിറ്ററിക്കാരനാണ്, വളരെയധികം സാമൂഹിക പ്രതിബദ്ധതയുള്ളതാണ്. ഈ കഴിഞ്ഞ നാൾ വരെയുടെ ഇലക്ഷനായിട്ട്, ഈ പഞ്ചായത്ത് ഇലക്ഷന് പോസ്റ്റർ ഒട്ടിക്കാൻ വരെ കൂടി നാട്ടുകാരുമായിട്ട് സഹകരിച്ചിരുന്ന ആൾക്കാരാണ്. ആ നാട്ടുകാർക്ക് തന്നെ ഒരു വിലയുള്ള ഒരാളാണ്, നാട്ടുകാർ തന്നെ അംഗീകരിക്കുന്ന ഒരാളാണ്. പുള്ളിയുടെ കൂട്ടുകാർ പല ആൾക്കാർ ഈ ചാനലിലേക്ക് വിളിച്ചു പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടം നല്ല സ്വഭാവമുള്ള ഒരാളാണ്, അവന് പൂർണ്ണ സപ്പോർട്ടാണ്, നിങ്ങൾ പറ്റുന്ന പോലെ നിങ്ങൾ ഇന്ന് ഹെൽപ്പ് ചെയ്യണം, വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞു. കാരണം ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാനായിട്ട് ഇരുന്നേ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നാട്ടിൽ ഞാൻ പോകാനായിട്ട് തന്നെ ഇരിക്കുന്നേ. ഇത് ഇങ്ങനെ ഒരു ഭർത്താവുമായിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം, ഞാൻ വിളിക്കാം, നമുക്ക് ഒരുമിച്ച് പോയി കാണാം എന്താണേലും. എന്താണേലും ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്,
ഈ ഈ പുള്ളിക്കാരത്തി വിവാഹം കഴിച്ച് ഒരു ഹസ്ബൻഡ് ഉള്ള ഒരാളാണ്. അപ്പോൾ ഒരു അതായത് ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. യദു വണ്ടി ഓടിച്ചോണ്ട് പോവുക, ഒരു വണ്ടി ഓടിച്ചോണ്ട് പോയിട്ട് ഒരു ആക്സിഡന്റ്, ശക്തമായൊരു ആക്സിഡന്റ് നടക്കുന്നു. ഈ ആക്സിഡന്റ് നടന്നിട്ട് 2 ദിവസം കഴിയുമ്പോൾ ആ വണ്ടി എടുത്തുകൊണ്ട് പോയി വേറൊരു സ്ഥലത്ത് കൊണ്ട് ആക്സിഡന്റ് നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് തന്നെ 10-50-70 കിലോമീറ്റർ മാറി വീണ്ടും ഒരു ആക്സിഡന്റ് നടക്കുന്നു, പിന്നെ ഒന്നോടെ നടന്നു. അങ്ങനെ 4 ആക്സിഡന്റ് നടന്ന ആൾക്ക് ക്ലെയിം ചെയ്യാനുള്ള വകുപ്പുണ്ടോ? 2-3 ആക്സിഡന്റ് ഒരു വണ്ടി കൊണ്ട് നടന്നിട്ട് 4 ആക്സിഡന്റ് ഉണ്ടാക്കുന്നു. അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീക്ക് രാഹുൽ മാങ്കൂട്ടം 4 പ്രാവശ്യം പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ടോ? അത് കള്ളക്കേസല്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. 4 പ്രാവശ്യം ആരെങ്കിലും ഒരാളെ നിർബന്ധമായിട്ട് പീഡിപ്പിക്കാൻ പറ്റൂ? നിർബന്ധമായിട്ട് ഒരു പ്രാവശ്യം അല്ല, ഈ ചാനലുകാരൊക്കെ മണ്ടന്മാരാണോന്ന് ആലോചിക്കുന്നത്. ഈ കേസ് എടുക്കുന്ന പോലീസുകാര് ഇവർക്ക് അത്യാവശ്യം നോളജ് ഇല്ലേ? എന്ന് പറയുമ്പോ നമ്മള് പീഡിപ്പിക്കുന്നതാണ് പീഡനം. 4 പ്രാവശ്യമൊക്കെ ഒരാള് വിളിച്ച സ്ഥലത്ത് പോയി പീഡനം വേറെ പേരാണ് വിളിക്കുന്നത്. ഏത് വാർത്ത കേട്ടില്ലായിരുന്നോ? 4 സ്ഥലത്തോടെ കൊണ്ട് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അത് എന്നാ തീവ്രത കൂടിയ പീഡനമാണെന്ന് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് ഒരാള് വിളിക്കുമ്പോഴത്തേക്ക് പോകുന്നെങ്കിൽ അത് അപ്പൊ അറിവോട് കൂടിയിട്ടല്ലേ, അത് പീഡനം ആവൂലല്ലോ. വിളിക്കുമ്പം യദുവേ ഒറ്റ നോട്ടം കൊണ്ടോ ഒറ്റ വാക്കുകൊണ്ടോ സ്ത്രീകൾക്ക് നിർത്താൻ പറ്റും, ഒരു പുരുഷനെ നിയന്ത്രിക്കാൻ പറ്റും. എന്തിനാണ് ഈ രാഹുലിന്റെ ഫോണിലേക്ക് ഈ സ്ത്രീ വിളിച്ചത്, പരിചയപ്പെട്ടത്? അതുകൂടാതെ ഗ്രൂപ്പ് ചാറ്റിങ്, അതായത് വാട്സപ്പ് ചാറ്റിങ് ഉണ്ടായിരുന്നു പറഞ്ഞേ. ഈ വാട്സപ്പ് ചാറ്റിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ നാളെ ഒരു അവസരത്തിൽ വിളിച്ചു വരുത്തി പീഡിപ്പിക്കുവോ? തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി അനുഭവിച്ച അതേ അവസ്ഥയിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടം കടന്നു പോകുന്നത്. ഇവര് ചെയ്യുന്നത് ഇവരെ സിസ്റ്റം അങ്ങനെയാണ്. ഒരു ആള് നല്ല കഴിവുള്ള ആള് ഇവരെ എതിർക്കാൻ കഴിവുള്ള ഒരുത്തൻ വരുമെന്ന് കാണുമ്പോ അത് കോൺഗ്രസ്സുകാരും മൗനമായിട്ട് അനുവാദം കൊടുത്ത് ഇതിന്റെ അകത്ത് മൗനമായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഇതിന്റെ അകത്ത് തന്നെ ഉണ്ട് ആൾക്കാർ. നമ്മൾ ഒരു പാർട്ടിയിലും ചായവില്ല, പക്ഷെ ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ ഈ തലപ്പത്തുള്ള ഈ വല്യപ്പന്മാരും അതുപോലെ തന്നെ അപ്പാപ്പന്മാരൊക്കെയാണ് ഈ ചവിട്ടുന്നത്. യുവതലമുറനെ പൊക്കിക്കൊണ്ട് വരാൻ ഇവർ സമ്മതിക്കുന്നില്ല. ഇവർക്ക് എപ്പോഴും നേതാവായിട്ട് അത് തന്നെ. വെറുതെ അല്ല യദുവിനെ പോലെയുള്ള ചെറുപ്പക്കാരും നമ്മുടെ നാട്ടിലില്ല. യദു എന്തെങ്കിലും ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഈ നാട് കടന്നു പോയല്ലേ? മോനെ ഉള്ള കാരണമല്ല പോകാത്തെ. ഇത് തന്നെ ഈ നാടിന്റെ അവസ്ഥ. ഞങ്ങളൊക്കെ രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് ഒരു 6 മണി വരെ ഫീൽഡിൽ പോകുന്ന ആൾക്കാരാണ്. ഫീൽഡിൽ പോയാണ് ഞങ്ങൾ സ്റ്റുഡിയോയിൽ ഞങ്ങൾ അധികം വാർത്ത എടുക്കാറില്ല. കൂടുതൽ ഞങ്ങൾ ഫീൽഡിൽ പോയാണ് വാർത്ത എടുക്കുന്നത്. മിക്ക വീടുകളിലും പ്രായമുള്ള കാരണവന്മാർ മാത്രമേ ഉള്ളൂ. ഒരു 100 വീട് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 30 വീടും അടച്ചിട്ടാക്കുക, താമസമേ ഇല്ല. പിന്നെ അതിൽ തുറന്നു കിടക്കുന്ന വീടുണ്ടെങ്കിൽ ഒറ്റപ്പെട്ടു പോയ കാരണവന്മാർ, ഒന്നെങ്കിൽ അവിടെ ചേട്ടൻ തന്നെ കാണും, അല്ലെങ്കിൽ ചേച്ചി തന്നെ കാണും. ചേട്ടനാ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമുള്ളവരാണ്. ഒരു 60 വയസ്സിനും 70 വയസ്സ് 80 വയസ്സിനൊക്കെ ഇടയിലുള്ളവരാണ്. ഇവരൊക്കെ ഒറ്റപ്പെട്ടുള്ള ജീവിതമാണ്. പറയാൻ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ തങ്ങാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്ന ജോലിക്ക് ആനുപാതികമായൊരു കൂലി കിട്ടുന്നില്ല. ഇപ്പോൾ എനിക്ക് എൻ്റെ അപ്പന് ടാപ്പിംഗ് അറിയാം. ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ എൻ്റെ അപ്പന് ഭക്ഷണം കൊണ്ടു കൊടുക്കാനോ അല്ലെങ്കിൽ കാപ്പി കൊണ്ടു കൊടുക്കാനോ പോകുമ്പം ഈ ടാപ്പിംഗ് എന്താണെങ്കിലും അത് കണ്ടും പറക്കിയൊക്കെ നമ്മൾ പഠിക്കും. അതിലേക്ക് തിരിഞ്ഞു നോക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ റബ്ബർ കത്തി എടുത്ത് അപ്പ എന്നെ ഒന്ന് വിട്ടുപഠിപ്പിക്കാവോ എന്ന് ഒരു മകൻ ചോദിച്ചു കഴിഞ്ഞാൽ മോനെ നീ ഓടി രക്ഷപ്പെട്ടോളാന സ്നേഹമുള്ള അപ്പൻ ഈ കാലത്ത് പറയും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റബ്ബർ വെട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് 2-2.5 കൂലിയാണ്. 10-500 റബ്ബർ വെട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരിക്കലും ഒരു ടാപ്പിങ്ങുകാരൻ ജീവിക്കാൻ പറ്റത്തില്ല, ഒരു കർഷകനും ജീവിക്കാൻ പറ്റുന്നില്ല. കമ്പനിക്കാർക്ക് അല്ലെങ്കിൽ ഈ നാടിന് വേണ്ടിയിട്ട് ചുമ്മാ പണിയെടുത്ത് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. സർക്കാർ പൈസ ഉണ്ടാക്കുന്നു, നമ്മൾ ഉണ്ടാക്കുന്ന റബ്ബർ കൊണ്ട് അവർ ബൈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് 250 രൂപയാണ് 1 കിലോ റബ്ബർ കിട്ടുന്നെങ്കിൽ അതുകൊണ്ട് 5-6 കിലോയുടെ കോട്ടൺ നൂലും കമ്പിയും നൂലും സംഭവങ്ങളെല്ലാം ചേർത്ത് അവരതുകൊണ്ട് ബൈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അവർ നമുക്ക് കിട്ടുന്ന
250-ന്റെ 3 ഇരട്ടി അല്ലെങ്കിൽ 4 ഇരട്ടി കമ്പനിക്കാരുടെ കയ്യിൽ നിന്ന് സർക്കാർ ടാക്സ് ആയിട്ട് പിടിക്കുന്നു. നമുക്ക് കിട്ടേണ്ട പൈസയാണേ.